ഹായ് ഓൾ, നമുക്ക് ആ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാലൻസ് ന്യൂമറിക്കൽസ് ചെയ്യാം. സ്ട്രൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, സമയം പഴിക്കളേണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. എ പൈപ്പ് 20 സെൻറ്റിമീറ്റർ ലോങ് ഈസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡ് ക്ലോസ് ചെയ്ത പൈപ്പാണ്. ഓക്കെ, വിച്ച് ഹാർമോണിക് മോഡ് ഈസ് റെസണൻ്റ്ലി എക്സൈറ്റഡ്? ഏത് ഹാർമോണിക് മോഡാണ് അതിനകത്ത് എക്സൈറ്റഡ് ആവുന്നത്? ബൈ 430 ഹെഡ്സ് സോഴ്സ്. 430 ഹെഡ്സിൻ്റെ സോഴ്സ് ഉപയോഗിച്ചാൽ ഏത് ഹാർമോണിക് മോഡ് ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എന്താണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു V/4L എന്നാണ്. ഇനി വിയുടെ വാല്യൂ 340 ആണ്. ഡിവൈഡ് ബൈ 4 ഇൻറ്റു എൽ എത്ര? 20 ഇൻറ്റു 10⁻⁻² എന്നാണ്. ഇതിൻ്റെ ആൻസർ 425 ഹെഡ്സ് എന്ന് വരും. തന്നെ ഇത് നമ്മുടെ വെരി ക്ലോസ് ടു എത്രയാ? നമ്മുടെ സോഴ്സ് 430 ഹെഡ്സ് നമ്മുടെ സോഴ്സിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് വളരെ ക്ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈക്വൽ എന്നങ്ങ് എടുക്കുക. അപ്പം നമ്മുടെ സോഴ്സ് ഉപയോഗിച്ച് ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഉണ്ടാക്കാൻ പറ്റും. സോ ക്യാൻ ജനറേറ്റ് ഫണ്ടമെൻ്റൽ മോഡ് ഉണ്ടാക്കാൻ പറ്റും. ബുദ്ധിമുട്ടില്ലല്ലോ, ഒരു പ്രയാസമില്ല. ഇനി അടുത്തത്, വിൽ ദിസ് സെയിം ബി ഇൻ റെസണൻസ് വിത്ത് പൈപ്പ് ഇഫ് ബോത്ത് എൻഡ്സ് ആർ ഓപ്പൺ? രണ്ട് എൻഡ് ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ക്ലോസ്ഡ് പൈപ്പ് ആണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇനി ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ ഫ്രീക്വൻസി ആണുള്ള ഇക്വേഷൻ V/2L ആണ്. V/4Lൻ്റെ ആൻസർ അറിയാം. അപ്പോൾ V/2Lൻ്റെ ആൻസർ അതിൻ്റെ ഡബിൾ വരും. അപ്പോൾ 850 ഹെഡ്സ് വരും. നിങ്ങൾ തന്നെ ആലോചിക്കൂ, ഈ പൈപ്പിൽ അടുത്ത ഫ്രീക്വൻസികളൊക്കെ എത്ര വരുമെന്ന് നമുക്കറിയാം. ഇതിനേക്കാളും കൂടിയ ഫ്രീക്വൻസികളാണ്. അപ്പം നമ്മുടെ 430 വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. 430 വെച്ചിട്ട് 850 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹയർ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കനോട്ട് ക്രിയേറ്റ്. സോ കനോട്ട് ജനറേറ്റ് എനി ഹാർമോണിക്സ്. ഒരു ഹാർമോണിക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നല്ല സുഖമാണ്. ആദ്യത്തെ കേസിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നോക്കുക. ഇനി അതിൻ്റെ മൾട്ടിപ്പിൾസ് എത്ര വരുമെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ ഹയർ വാല്യൂസ് നിങ്ങൾക്ക് എത്ര വരുമെന്നൊക്കെ അറിയാം. നമ്മുടെ ഫ്രീക്വൻസി അതിന് ഏതെങ്കിലും ഈക്വൽ ആണോ നോക്കിയാൽ മതി. അടുത്ത കേസിൽ നോക്കുക, നമ്മുടേത് ഏതിനെങ്കിലും മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 സിറ്റാർ സ്ട്രിങ്സ് A and B പ്ലേയിങ് ദ നോട്ട് ഗ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ട്യൂൺ ആണ്. പ്രൊഡ്യൂസ് ബീറ്റ് ഓഫ് ഫ്രീക്വൻസി 6. രണ്ട് സിറ്റാർ നോട്ടുകൾ ഒരു എന്തിനെ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബീറ്റിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ബീറ്റിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്തപ്പോൾ അവിടെ ഒരു ഡെറിവേഷനിൽ ω1 + ω2 × T, ω1 - ω2 × T എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അവിടെ അത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ലീനിയർ സാധാ ഫ്രീക്വൻസി ആകുമ്പോൾ എന്താണ്? ν1 + ν2, ν1 - ν2 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ν_a ± ν_b ആണ് ബീറ്റിൻ്റെ ഫ്രീക്വൻസി. അത് 6 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ 6ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തവൻ 324 ആണെന്ന് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്ര വരും? രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ അപ്പോൾ ν_b എന്ന് പറയുന്നത് എത്രയൊക്കെ വരാം? 318 വരാം, ഓർ 330 വരാമല്ലോ. ഓക്കെ, ഇതാണ് ആദ്യത്തെ പാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടെൻഷൻ റെഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ടെൻഷൻ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റൂട്ട് ഓഫ് ടെൻഷനാണ്. നിങ്ങൾ ഓർത്ത് വെച്ചാണ്. അപ്പോഴേ നമ്മുടെ ടെൻഷൻ കുറഞ്ഞാൽ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ആദ്യത്തെ കേസിൽ എയുടെ കേസിൽ ടെൻഷൻ കുറച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറഞ്ഞ്, ഫോർ എക്സാമ്പിൾ എയുടെ ഫ്രീക്വൻസി 321 അങ്ങനെ ആയെന്ന് വെച്ചോ. കുറഞ്ഞ ഒരു വാല്യൂ ഞാൻ ചിന്തിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ν_bയുടെ വാല്യൂ എത്ര വരുമെന്നാണ് ചോദ്യം. ഓക്കെ, ഈ കേസിൽ ν_a ± ν_bയുടെ ആൻസർ 3 ആണെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് മാച്ച് ആവണമെങ്കിൽ ഈ ν_bയുടെ വാല്യൂ കറക്റ്റായിട്ട് 318 വന്നാലേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് തന്നിരുന്നത്. അപ്പം നമ്മുടെ ν_bയുടെ ആൻസർ എത്രയാണ്? ν_bയുടെ ആൻസർ 318 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 6. രണ്ടാമത്തെ കേസിൽ 3.
ആദ്യത്തെ കേസിൽ എയുടെ ആൻസർ 324, രണ്ടാമത്തെ കേസിൽ ഞാനൊരു എക്സാമ്പിൾ അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ഞാൻ എടുത്തതാണ് ഒരു 321. അപ്പോൾ ബിയുടെ വാല്യൂ ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളത് 330 വരെ വരില്ല എപ്പോഴും, അപ്പോൾ 318 വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂസ് രണ്ടെണ്ണം കിട്ടിക്കാനും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്ത് അതിൽ ഒരെണ്ണത്തിനെ ഫിക്സ് ചെയ്തെടുക്കാനും എളുപ്പമില്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ട്രെയിൻ സ്റ്റാൻഡിങ് ഇൻ സ്റ്റേഷൻ യാർഡ്. ട്രെയിൻ എവിടെ നിർത്തിയിരിക്കുന്നു? സ്റ്റേഷൻ യാർഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. ബ്ലോസ് വിസിൽ ഓഫ് ഫ്രീക്വൻസി 400 ഹെർട്സ് ഇൻ സ്റ്റിൽ എയർ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എത്രയെന്ന് തന്നിരിക്കുന്നു? 400. ഒരു പേടി ഇവിടെ വേണ്ട. ഇനി വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം യാർഡ് ടു സ്റ്റേഷൻ. അതായത് സൗണ്ട് വരുന്നത് ആ ഡയറക്ഷനിൽ നിന്നാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് 10 ആണ്, പോസിറ്റീവ് 10 ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ ആൻ ഒബ്സർവർ സ്റ്റാൻഡിങ് ഓൺ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ ഒരു ഒബ്സർവർ നിൽക്കുന്നു, അയാൾക്ക് എത്ര ഫ്രീക്വൻസിയും വേവ് ലെങ്തും വെലോസിറ്റിയും ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറയാം എന്താണ്. നമ്മുടെ ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ട്രെയിനാണ്. അതിനെ ലെഫ്റ്റിൽ വരയ്ക്കണം. ഇനി അടുത്ത ലിസണർ എന്ന് പറയുന്നത് ആരാണ്? ലിസണർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണ്. അയാൾ എവിടെ നിൽക്കുന്നത്? പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ഓക്കെ, പ്ലാറ്റ്ഫോം എന്ന് എഴുതി കളയണ്ട. ഇനി സോഴ്സ് റെസ്റ്റിലാണ്, അപ്പോൾ വെലോസിറ്റി ഓഫ് സോഴ്സ് 0 ആണ്. ഇനി ലിസണറിൻ്റെ കാര്യം, ലിസണറും എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ പറയുക. ഫ്രീക്വൻസി ഫെൽറ്റ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് എന്നാണ് അല്ലേ. ഇത് കാറ്റടിക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ന്യൂ ഇൻറ്റു വി പ്ലസ് ഡബ്ല്യു മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഡബ്ല്യു ആവും മൈനസ് വി എസ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂവിൻ്റെ വാല്യൂ എത്രയാ? 400 ഇൻറ്റു വിയുടെ വാല്യൂ 340 എന്ന് പറയുന്നുണ്ട്, പ്ലസ് വിൻഡിൻ്റെ വാല്യൂ 10 ആണ്, മൈനസ് വെലോസിറ്റി ഓഫ് ലിസണർ 0, 340 പ്ലസ് 10 മൈനസ് 0. ഓക്കെ, അപ്പോൾ ആൻസർ 400 എന്ന് തന്നെ വരും. അതായത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളിന് ഒറിജിനൽ ഫ്രീക്വൻസി തന്നെ ഫീൽ ചെയ്യും. ആദ്യത്തത് മനസ്സിലായി. ഇനി എന്താണ്? വെലോസിറ്റിയാണ് രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ പറ, സൗണ്ടിൻ്റെ വെലോസിറ്റി 340 അതേ ഡയറക്ഷനിൽ കാറ്റും അടിക്കുന്നുണ്ട്, അപ്പോൾ എത്ര? 350 ആണ് വെലോസിറ്റി. ഓക്കെ, ഇനി അടുത്തെന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേവ് ലെന്ത്. വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് അറിയാമെങ്കിൽ ലാംഡ കാണാൻ എല്ലാവർക്കും പറ്റും. ലാംഡ കാണാനുള്ള ഇക്വേഷൻ എന്താ? വി ബൈ ന്യൂ ചിന്തിക്കുക. വിയുടെ ആൻസർ ഇവിടെ എത്രയാ? 350 ആണ്, ഡിവൈഡഡ് ബൈ വിയുടെ വാല്യൂ എഴുതി, ഡിവൈഡഡ് ബൈ എത്രയാ? ഫ്രീക്വൻസിയുടെ ആൻസർ. വിയുടെ ആൻസർ 350 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ആൻസർ 400. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് 0.875 എന്ന് വരും. ഓക്കെ, മീറ്റർ. ഇതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ സിറ്റുവേഷൻ. അപ്പോൾ എ പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ആർക്കും ഡൗട്ടില്ലെന്ന് എനിക്കറിയാം. ഇനി ബി പാർട്ട് ഒന്ന് സൂക്ഷിക്കുക. എന്താണ്? ഈസ് എ സിറ്റുവേഷൻ എക്സാക്ട്ലി ഈക്വൽ ടു ദ കേസ് ഇഫ് സ്റ്റിൽ എയർ സ്റ്റില്ലാണ്, കാറ്റില്ല, ആൻഡ് ഒബ്സർവർ റൺസ് ടുവേഴ്സ് എ യാർഡ്. അപ്പോൾ സോഴ്സിൻ്റെ കാര്യം, സോഴ്സ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. വെലോസിറ്റി ഓഫ് സോഴ്സ് 0 ആണ്. ലിസണർ റൈറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ലിസണർ യാർഡിലോട്ട് ഓടുകയാണ്, സോഴ്സിൻ്റെ അടുത്തേക്ക് ഓടുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ നെഗറ്റീവ് എന്ന് എടുക്കണം. എത്ര? 10. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളും വീണ്ടും കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി നിങ്ങൾ തന്നെ പറയും. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എത്ര? ഫ്രീക്വൻസി എത്ര? 400 ഇൻറ്റു പറയൂ വി എത്രയാ? 340 മൈനസ് 10 ഡിവൈഡ് ബൈ 340 മൈനസ് 0. ഓക്കെ, നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ആൻസർ ഇതാ വരുന്നു, 411.8 എന്ന് വരും. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ എൻ്റെ ആൻസർ, വെലോസിറ്റി ഓഫ് സൗണ്ട് എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ ആണ് ചോദ്യം. ഓക്കെ, സിമ്പിളായിട്ട് ആൻസർ പറയുക. വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ലിസണർ എന്നാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് എത്ര? 340 മൈനസ് വെലോസിറ്റി ഓഫ് ലിസണർ -10 എന്നാണ്. അപ്പോൾ ആൻസർ 350 എന്നാണ്. ഓക്കെ, ഒരു പ്രശ്നമില്ല. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ആൻസറായി. ഇനി ആ ലിസണർ ഓടി എന്ന് പറഞ്ഞ സൗണ്ടിൻ്റെ വേവ് ലെന്തിന് വല്ല മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റവും ഇല്ല. സോ ലാംഡ സെയിം. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്ത് കളയും? ലാംഡ ഈസ് ഈക്വൽ ടു നമ്മുടെ വി ബൈ ന്യൂ ഇട്ട് ചെയ്ത് കളയും. അങ്ങനെ ചെയ്ത് കളയരുത്. ആളോടി എന്നും പറഞ്ഞ് വേവ് ലെന്ത് മാറ്റമില്ല. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ ഏത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി? ആ വേവ് ലെന്തിൻ്റെ കേസ്.
എളുപ്പമല്ലേടാ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വായിച്ചു നോക്കും. വൺ എൻഡ് ഓഫ് എ ലോങ് സ്ട്രിങ് of linear mass density 8.0 into 10 raised to minus 3 is connected to an electrically driven tuning fork of frequency 256. അപ്പോൾ ഒരു എന്താണ് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൻ്റെ എന്താണ് തന്നിരിക്കുന്നത്? ലീനിയർ ഡെൻസിറ്റി പറയൂ. 8 into 10 raised to minus 3 കണക്റ്റഡ് ടു ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256. അപ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ 256. ഇത് വെച്ചിട്ട് അതിനകത്ത് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പോവാണ്. The other end passes over a pulley and the pulley is connected to a beam pan containing 90 kilo. അപ്പോൾ മാസിൻ്റെ വാല്യൂ 90. ഇത്രയും എനിക്കറിയാം. ഇനി ബാക്കിയൊക്കെ വായിച്ച് ചുമ്മാ കളയുക, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ട്രാൻസ്വേഴ്സ് വേവ് ഈസ് മൂവിങ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആംപ്ലിറ്റ്യൂഡ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 into 10 raised to minus 2 meter ആണ്. റൈറ്റ് ഡൗൺ ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഒയുടെ ഇക്വേഷൻ എഴുതാൻ. ഒരു വേവ് റൈറ്റിലോട്ട് പോകുന്നു, അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ എന്താണ് ഒയ് കാണാനുള്ള ഇക്വേഷൻ? റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ എ സൈൻ നമ്മൾ പഠിച്ച ഫോർമാറ്റ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് 50 നമുക്ക് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാം. എയുടെ ആൻസർ മാത്രമേ ഇവിടെ ഉള്ളൂ, ഒമേഗ ഇല്ല, കെ ഇല്ല. ഇത് രണ്ടും ഇട്ടാൽ നമുക്ക് ആൻസറായി. അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താണ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ അല്ലേ? അപ്പോൾ 2π ഇൻറ്റു എത്ര? 256 എന്നാണ്. അപ്പോൾ അത് ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒമേഗയുടെ ആൻസർ നമുക്ക് വരും. ഞാൻ എഴുതാം. ഒമേഗ ഈക്വൽ ടു 16.1 into 10 square. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? രണ്ടാമത് വേണ്ടത് കെ ആണ്. കെ എങ്ങനെ കാണും? കെ എന്ന് പറയുന്നത് പല രീതിയിൽ കാണാം. കെ 2π/λ വെച്ച് ചെയ്യാം, അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വെലോസിറ്റി ആണ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ω/k എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്കവിടെ കെ ഈസ് ഈക്വൽ ടു ω/v എന്ന് എഴുതിക്കൂടെ? ഒമേഗ നമ്മുടെ ഉണ്ടല്ലോ, വി ഇവിടെ കണ്ടുപിടിച്ചാൽ പോരെ. വെലോസിറ്റി ഓഫ് വേവ് എങ്ങനെ കാണും? √T/μ അല്ലേടാ. ഇതിൽ ടി എന്ന് പറയുന്നത് mg അല്ലേ മക്കളെ? ഓക്കെ, mg നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എമ്മിൻ്റെ വാല്യൂ ഉണ്ടല്ലോ 90 ആണ്. ഓക്കെ, ജിയുടെ വാല്യൂ 9.8 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ടിയുടെ ആൻസർ 882 എന്ന് വരും. 882 എന്ന് വരും. ഓക്കെ, അപ്പോൾ ടി കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ വിയുടെ ആൻസർ എത്ര വരും? √882 ഡിവൈഡഡ് ബൈ മ്യൂവിൻ്റെ ആൻസർ എവിടെ ഉണ്ടല്ലോ? 8 into 10 raised to minus 3. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ആൻസർ കിട്ടും. വെലോസിറ്റി 3.32 into 10 square എന്ന് വരും, m/s. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്കിതാ കെ ഇവിടെ കണ്ടുപിടിക്കാടാ. കെയുടെ ആൻസർ എത്ര വരും? ω/v. ഒമേഗ എത്ര മക്കളെ? 16.1 into 10 square ബൈ വിയുടെ ആൻസർ 3.32 into 10 square. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ അപ്രോക്സിമേറ്റ്ലി ഒരു 5 വരും. അപ്പോൾ 4.84 എന്നാണ് വരുന്നത്. അപ്പോൾ മീറ്റർ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒ ഈസ് ഈക്വൽ ടു എയുടെ ആൻസർ എത്രയാണ്? എയുടെ ആൻസർ 5 into 10 raised to minus 2. 5 into 10 raised to minus 2 സൈൻ. കെയുടെ ആൻസർ 4.84 ടി മൈനസ് കെയുടെ വാല്യൂ സോറി, എഴുതിയത് തെറ്റാണ്. എന്താണ് ഒമേഗയുടെ വാല്യൂ? 16.1 into 10 square എന്നാണ്. അത്രയും ടി മൈനസ് കെയുടെ വാല്യൂ 4.84 എന്നാണ്. അത്രയും എക്സ്. ഓക്കെ, നമ്മുടെ ആൻസർ എഴുതിയില്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ടെൻഷൻ പിടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഒന്നുകൂടെ ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം. നമുക്ക് റൈറ്റിലോട്ട് പോകുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. ഇതാണ് ഇക്വേഷൻ. എനിക്കറിയാം റൈറ്റിലോട്ട് പോകുന്നതുകൊണ്ടാണ് മൈനസ് ഇവിടെ വന്നത്. ലെഫ്റ്റിലായിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് വന്നേനെ. ഇനി നമുക്കിതിൽ ഒമേഗയും കെയും കണ്ടുപിടിക്കണം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ആണ്, നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് കെ കണ്ടുപിടിക്കണം. അപ്പോൾ v ഈസ് ഈക്വൽ ടു ω/k എന്നറിയാം, കെ ഈസ് ഈക്വൽ ടു ω/v എന്നറിയാം. വി സൈഡിലിട്ട് കണ്ടുപിടിക്കാൻ നോക്കി, അപ്പോൾ ടി ഇല്ല. ടി സൈഡിൽ എഴുതി കണ്ടുപിടിച്ചു. ആ വാല്യൂ ഇതിനകത്ത് ഇട്ടിട്ട് ബൈ മ്യൂ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് മ്യൂ ആണ്, എം എന്ന് തെറ്റിദ്ധരിക്കരുതേ, ഇത് മ്യൂ ആണ്. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ വി കിട്ടി. ഇനി എന്താ ചെയ്തേ? നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് കെയുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കെ കിട്ടി. ഓക്കെ, കെ കിട്ടി. ഇനി നമ്മുടെ കെയുടെ വാല്യൂ, എന്തിൻ്റെ വാല്യൂ? ഒമേഗയുടെ വാല്യൂ നമ്മുടെ ഈ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് പേടിക്കാതെ കിട്ടാൽ മതി. നിങ്ങൾ ഒരു ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ? ഇൻറ്റു 10 raised to minus 2 ഒക്കെ വരുന്നൊക്കെ ഇടുന്നത് എങ്ങനെയെന്നൊക്കെ തോന്നും.
ധൈര്യമായിട്ടിട്ടേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. എ സോണാർ ഫിക്സഡ് ഇൻ എ സബ്മറൈൻ ഓപ്പറേറ്റ്സ് അറ്റ് എ ഫ്രീക്വൻസി 40 kHz. സോണാർ പുറപ്പെടുവിക്കുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എനിമി സബ്മറൈൻ മൂവ്സ് ടുവേഴ്സ് എ സോണാർ വിത്ത് എ സ്പീഡ് 360 km/h. അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. 360 × 5/18 അല്ലേ? അപ്പോൾ 100 എന്ന് വരും. 100 m/s. അവിടെ ഇരിക്കട്ടെ. വാട്ട് ഈസ് എ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് റിഫ്ലക്റ്റഡ് ബൈ ദ സബ്മറൈൻ? ഇതൊരു അടിപൊളി ക്വസ്റ്റനാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ 1450 എന്നൊക്കെ എടുക്കാൻ പറയാം. ഇതിൽ 2 സ്റ്റെപ്പായിട്ട് ചിന്തിച്ചാൽ മതി. സോണാർ സൗണ്ട് പുറപ്പെടുവിക്കുന്നു, ഇത് സബ്മറൈൻ കേൾക്കുന്നു. ജീവനുള്ള ജീവിയാണെന്ന് വിചാരിച്ചു. സബ്മറൈൻ കേട്ടിട്ട് ആ സൗണ്ടിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നു, അത് സോണാർ റിസീവ് ചെയ്യുന്നു. ഈ സോണാർ തിരിച്ച് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദ്യം. അതാണ് ഫൈനൽ സെൻറ്റൻസ്. കണ്ടോ? ഫ്രീക്വൻസി റിഫ്ലക്റ്റഡ് ബൈ ദ സബ്മറൈൻ. സബ്മറൈൻ എത്ര റിഫ്ലക്റ്റ് ചെയ്ത് വിടും? സബ്മറൈൻ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതാണ് ആര് കേൾക്കുന്നത്? തിരിച്ച് റിസീവ് ചെയ്യുന്നത്. അത് എത്രയെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ആരെന്ന് പറയണം. സോഴ്സ് സോണാറാണ്. ഓക്കെ. ഇനി ലിസണർ റൈറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ലിസണർ ആരാണ്? സബ്മറൈനാണ്. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ സോണാർ റെസ്റ്റിലാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സോഴ്സ് 0 ആണ്. പക്ഷേ ലിസണറായ സബ്മറൈൻ സോണാറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഓക്കെ. അപ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ നെഗറ്റീവായിട്ട് എടുക്കണം. എത്രയാണ്? 100. ഓക്കെ. ഇനി സൗണ്ടിൻ്റെ ഫ്രീക്വൻസി അറിയാം. എത്രയാണ്? 40 × 10⁻³ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താണ്? റിസീവ്ഡ് ബൈ ഇതാണ് ചോദ്യം. വെലോസിറ്റി അല്ല, ഫ്രീക്വൻസി റിസീവ്ഡ് ബൈ ആരാ? സബ്മറൈൻ. സബ്മറൈൻ റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി എങ്ങനെ കാണും? നമുക്കറിയാം ν' ഈക്വൽ ടു ν × V - VL / V - VS എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40 × 10⁻³ ഇൻറ്റു വിയുടെ വാല്യൂ 1450 മൈനസ് 100 ഡിവൈഡ് ബൈ 1450 -0. ഓക്കെ. അപ്പോൾ ആൻസർ ഇതാ വരുന്നു. 40 × 10⁻³ ഓക്കെ ഇൻറ്റു 1550 ഡിവൈഡ് ബൈ 1450. ഓക്കെ. അവിടെ ഇരിക്കട്ടെ. ഇതാണ് ആര് തിരിച്ചു വിടുന്നത്? ഇവൻ തിരിച്ചു വിടുന്നത്. ഓക്കെ. ഇതാണ് അവൻ കേൾക്കുന്നത്. ഇതാണ് ആര് കേൾക്കുന്നത്? സബ്മറൈൻ കേൾക്കുന്നത്. സബ്മറൈൻ കേട്ടിട്ട് അവൻ അവിടെ നിന്ന് വിടുന്നത് ഇതാണ്. ഇനി തിരിച്ച് റിസീവ് ചെയ്യുന്നത് എത്ര? അപ്പോൾ റിസീവിങ് ഫ്രീക്വൻസി എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറയുക. ഇക്വേഷൻ ν' ഈക്വൽ ടു ν × V - VL / V - VS എന്നാണ് ഇക്വേഷൻ. അവിടെ ഇരിക്കട്ടെ. ഇത് എഴുതുന്നതിന് മുമ്പ് ഞാൻ സൈഡിൽ കാര്യങ്ങൾ എഴുതാം. ഇവിടെ സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? പറയും. സബ്മറൈനല്ലേ സൗണ്ടിനെ തിരിച്ചു വിടുന്നത്. അപ്പം സബ്മറൈനാണ് എന്തോന്ന്? സോഴ്സ്. സബ്മറൈനാണ് ഇവിടെ സോഴ്സ്. അത് ലെഫ്റ്റിൽ വരയ്ക്കണം. ഇനി ആരാണ് തിരിച്ചു പിടിക്കുന്നത്? സോണാറാണ് തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ സോണാറാണ് ഇവിടുത്തെ ലിസണർ. ഓക്കെ. ഈ സോണാർ റെസ്റ്റിലാണല്ലോ എപ്പോഴും. അപ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ 0 തന്നെ. ഓക്കെ. വെലോസിറ്റി ഓഫ് ലിസണറാണ് ഇവിടെ അവൻ. ഇനി സബ്മറൈൻ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. അപ്പോൾ സബ്മറൈൻ സോണാറിൻ്റെ അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിക്ചറിൽ റൈറ്റിലോട്ടാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സോഴ്സ് എത്രയെന്ന് എടുക്കണം? 100. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. നമ്മുടെ ഇക്വേഷനിൽ ν' പകരം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ν" എന്നിടും. ഈക്വൽ ടു ന്യൂവിന് പകരം ന്യൂ എന്ന് പറയുന്നത് നേരത്തെയുള്ള ν'. ഓക്കെ. അതല്ലേ ഇങ്ങോട്ട് വിടുന്നത്. ഇൻറ്റു എന്താണ്? V - VL / V - VS എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ വാല്യൂ ഇടാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വാല്യൂ ഇടണം, തെറ്റിക്കരുത്. ν" ഈക്വൽ ടു ν' ആൻസർ നേരത്തെ ചെയ്തത് എഴുതിയിട്ടുണ്ട്. 40 × 10⁻³ ഡിവൈഡഡ് ബൈ 1550 ഡിവൈഡഡ് ബൈ 1450 ഓക്കെ ഇൻറ്റു വി എത്ര? അതുകൊണ്ട് ഇതിൽ ബാക്കി ഇതിൽ വാല്യൂ ഇടണം. വി എത്ര? വെലോസിറ്റി സൗണ്ട് 1450 മൈനസ് വി എല്ലിൻ്റെ ആൻസർ എത്രയാണ്? 0 ഓക്കെ ഡിവൈഡഡ് ബൈ ആൻസർ അടുത്ത പറയണം. വി എത്ര? 1450 അടുത്ത് പ്ലസ് എത്ര വരും? പ്ലസ് എത്ര വരും? സോറി മൈനസ് വി എസിൻ്റെ ആൻസർ
എത്ര 100. ഓക്കെ, പ്ലസ് അല്ല മൈനസ്. ഓക്കെ, പേടിക്കരുത്. അപ്പോൾ ഇതിൽ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ ആൻസർ ഇതാ കണ്ടുപിടിക്കുന്നു. ഫൈനൽ ആൻസർ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 45.93 എന്നാണ്. ഓക്കെ, ഇൻറ്റു 10⁻³ ഹെർട്സ്. ഇല്ലാതാക്കരുത്, ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ എൻട്രൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ്, ആദ്യം സോണാറിനെ ശ്രദ്ധിക്കുക. സോണാറാണല്ലോ നമ്മുടെ സോഴ്സ്. ഓക്കെ, അവൻ സൗണ്ട് പുറപ്പെടുവിക്കുന്നു. സോണാർ റെസ്റ്റിലായതുകൊണ്ട് വെലോസിറ്റി ഓഫ് സോഴ്സ് 0. ഇനി ലിസണറാണല്ലോ സബ്മറൈൻ, അവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവൻ മൂവ് ചെയ്യുന്നത് കാണിക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, അപ്പോൾ നെഗറ്റീവായിട്ട് ആ വെലോസിറ്റി എടുക്കണം. ഇനി സോണാർ പുറപ്പെടുവിക്കുന്ന സൗണ്ട് സബ്മറൈൻ കേൾക്കുന്നു. സബ്മറൈൻ കേൾക്കുന്ന ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ അറിയാം, അതിൽ വാല്യൂ ഇടുക, ആൻസർ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി എന്താണ്, ഈ ഫ്രീക്വൻസി അവൻ ഇങ്ങോട്ട് തിരിച്ചു വിടുന്നു, സോണാർ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇനി സോഴ്സ്. ആരാണ് സോഴ്സ്? നമ്മുടെ സബ്മറൈനാണ് സോഴ്സ്, സോണാറാണ് റിസീവർ, ലിസണർ. ഓക്കെ, അപ്പോൾ സബ്മറൈൻ മൂവ് ചെയ്യാണ് സോണാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇതാണ് 100, പോസിറ്റീവ് 100 ആണ്. ഇനി സോണാർ എപ്പോഴും റെസ്റ്റിലാണ്, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി 0. ഇനി റിസീവിങ് ഫ്രീക്വൻസി കാണാൻ നമ്മുടെ ഇക്വേഷൻ എഴുതി. ഇതിൽ തിരിച്ചറിയാൻ വേണ്ടി ന്യൂ ഡാഷിന് പകരം ന്യൂ ഡബിൾ ഡാഷ് എന്നിട്ടു. ഇവിടെ ന്യൂ എന്ന് പറയുന്നത് ഇതാ, ഈ നേരത്തെ ഉള്ള ന്യൂ ഡാഷ് അല്ലേ തിരിച്ചു വിടുന്നത്, അപ്പോൾ ന്യൂവിന് പകരം ന്യൂ ഡാഷ്. ഇനി ബാക്കി ഇത് അതുപോലെ എഴുതി. ഇനി ഇതിൽ വാല്യൂ ഇടുക. ന്യൂ ഡാഷിന് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ വാല്യൂ ഇട്ടു. ഇനി അടുത്ത വിയുടെ വാല്യൂ 1450 മൈനസ് വി എല്ലിൻ്റെ വാല്യൂ 0, വിയുടെ വാല്യൂ 1450 മൈനസ് വി എസിൻ്റെ ആൻസർ 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പൊളിയല്ലേ? അപ്പോൾ നല്ല ക്വസ്റ്റ്യനാണ്, സൂപ്പർ ക്വസ്റ്റ്യൻ. ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. വായിക്കുക. എ ബാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് അബൌട്ട് ഇൻ എ കേവ് നാവിഗേറ്റിംഗ് വയ അൾട്രാസോണിക് ബ്ലീപ്സ്. ഓക്കെ, ഒരു ബാറ്റ് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് കേവിൻ്റെ അകത്തോട്ട് കയറും. അപ്പോൾ ബാറ്റാണ് നമ്മുടെ പ്രോബ്ലത്തിൽ ആര്? സോഴ്സ്. അപ്പോൾ സോഴ്സ് ലെഫ്റ്റിലേ വരയ്ക്കാവൂ, അപ്പോൾ ബാറ്റാണ്. ഓക്കെ, ബാറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കേവിൽ ചെന്ന് അടിക്കുന്നു, കേവിൻ്റെ വോളിൽ ആണ് അടിക്കുന്നത്. അപ്പോൾ ലിസണറായിട്ടുള്ളത് ആരാണ്? കേവിൻ്റെ വോളാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി കേവിൻ്റെ വോൾ അവിടെ റെസ്റ്റിലാണ്, അപ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ 0 ആണ്. ബാറ്റ് എത്ര സ്പീഡിലാണ് പോകുന്നത്? 0.03 ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ട് എന്നാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സോഴ്സ് ഇവൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, വോളിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കണം. 0.03 ടൈംസ് വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, ഇനി എത്ര ഫ്രീക്വൻസിയാണ് ഫെൽറ്റ് ബൈ? ഇപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം ഇങ്ങനെ ചിന്തിക്കുക. ബാറ്റ് സൗണ്ട് പുറപ്പെടുവിക്കും, വോള് റിസീവ് ചെയ്യും, എന്നിട്ട് വോള് തിരിച്ചടിക്കും, അതിനെ ബാറ്റ് കേൾക്കും. അപ്പോൾ 2 സ്റ്റെപ്പായില്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബാറ്റാണ് സോഴ്സ്, വോളാണ് റിസീവർ. സെക്കൻഡ് സ്റ്റെപ്പിൽ വോളാണ് എന്തോന്ന്? സോഴ്സ്, ബാറ്റാണ് റിസീവർ. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഫ്രീക്വൻസി പറയും. ഫ്രീക്വൻസി റിസീവ്ഡ് ബൈ വോള് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി എങ്ങനെ കാണും? ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്. എല്ലാവരെ കൊണ്ടും പറ്റും. ഓക്കെ, ഇനി വാല്യൂ ഇടുക. ഇസ് ഈക്വൽ ടു പറയും. ന്യൂ എത്രയാണ്? ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് 40 kHz. അപ്പോൾ 40 × 10⁻³ ഓക്കെ, ഇൻറ്റു വി എത്ര? വെലോസിറ്റി ഓഫ് സൗണ്ട് വി തന്നെ മൈനസ് വി എൽ എത്രയാ? 0 ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എത്രയാ? വെലോസിറ്റി ഓഫ് സോഴ്സ് 0.03 വി എന്നാണ്. ഇനി നമുക്ക് റെഡിയാക്കാം. ആൻസർ 40 × 10⁻³ ഓക്കെ. ഇനി വി അതുപോലെ എഴുതി. താഴെ ഒരു വി നിന്ന് 0.03 വി പോയി, ഇപ്പോൾ 0.97 വി. അപ്പോൾ വി ക്യാൻസലായി. ആൻസർ 40 × 10⁻³ ഡിവൈഡഡ് ബൈ 0.97 എന്ന് വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. എന്താണ് ഈ അടുത്ത കേസിൽ? സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് വോളാണ്. ഓക്കെ, അതവിടെ റെസ്റ്റിലാണ്, അപ്പോൾ വെലോസിറ്റി ഓഫ് സോഴ്സ് 0 ആണ്. ഇനി അടുത്തത് ലിസണറായിട്ടിരിക്കുന്നത് ആരാണ്? ബാറ്റാണ്. ലിസണർ എന്ന് പറയുന്നത് ബാറ്റാണ്. ബാറ്റ് ഇപ്പോഴും എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ലിസണർ എത്രയാണ്? 0.03 ടൈംസ് വി ആണ്. ലിസണർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ബാറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? വോളിലോട്ടല്ലേ, ഇങ്ങോട്ടാണ്. അപ്പോൾ അതിന് മൈനസ് കൊടുക്കണം കേട്ടോ. ഇനി അപ്പാറിൻ്റെ ഫ്രീക്വൻസി റിസീവ്ഡ് ബൈ ആരാ?
ഫ്രീക്വൻസി റിസീവ്ഡ് ബൈ ബാറ്റ് ആണ് ചോദ്യം. ബാറ്റ് കാണുന്ന ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് എന്ന് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മുടെ ആൻസർ പറയൂ. ഇവിടെ ന്യൂ ഡാഷിന് പകരം ഞാൻ തിരിച്ചറിയാൻ വേണ്ടി ന്യൂ ഡബിൾ ഡാഷ് എന്ന് കൊടുത്തു. ഇനി ന്യൂവിന് പകരം എന്ത് കൊടുക്കാം? ന്യൂ ഡാഷ് നേരത്തെ ഉള്ള. ഇനി വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് എന്നാണ്. ഓക്കെ, ഇനി നമുക്കിതിൽ വാല്യൂ കൊടുക്കാം. ന്യൂ ഡബിൾ ഡാഷ് ഈക്വൽ ടു ന്യൂ ഡാഷിൻ്റെ ആൻസർ എത്രയാ? 40. അപ്പോൾ 40 ഇൻറ്റു 10⁻³ ഓക്കെ. ഇനി വിയുടെ ആൻസർ വി തന്നെ, സോറി ന്യൂ ഡബിൾ ഡാഷ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്നത് ന്യൂ ഡാഷ് അല്ലേ, നേരത്തെ ഉള്ള ന്യൂ ഡാഷ് അല്ലേ നമുക്കിവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ന്യൂ ഡാഷിൻ്റെ വാല്യൂ എത്ര? അപ്പോൾ അതാ നേരത്തെ എഴുതിയത് 40 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 0.97 എന്നാണ്. ഓക്കെ, ന്യൂ ഡാഷ് എഴുതി. ഇനി വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്. വി എത്ര? വി മൈനസ് വി എൽ എത്ര? നേരെ നോക്കുക, -0.03 വി ബൈ വി മൈനസ് വി എസ് എത്ര? വി എസിൻ്റെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ അതാ ആൻസർ ഇതാ വരുന്നു. 40 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 0.97 ഓക്കെ ഇൻറ്റു വി. ഇതെത്ര വരും? വി പ്ലസ് 1.03 വി എന്ന് വരും ബൈ വി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, ആൻസർ കിട്ടും. ഓക്കെ, 1.03 ഇൻറ്റു 40 ഡിവൈഡ് ബൈ something എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ഫൈനൽ റിസൾട്ട് 42. വരും 47 കിലോ ഇൻറ്റു 10⁻³ ഹെഡ്സ് എന്ന് വരും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ തന്നെ നോക്കുക. ആദ്യം ബാറ്റാണ് സോഴ്സ്. അവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെടുത്തോട്ട്? വോളിൻ്റെ അടുത്തോട്ട്. അപ്പോൾ വോളാണ് ലിസണർ. ഓക്കെ, വോൾ റെസ്റ്റിലാണ്. ഇവൻ്റെ അടുത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവാണ്. ഫ്രീക്വൻസി ഫെൽറ്റ് എങ്ങനെ കാണും? ഈ ഇക്വേഷൻ. ഫ്രീക്വൻസിയുടെ ആൻസർ അറിയാം, വിയുടെ ആൻസർ അറിയാം. വി എല്ലിൻ്റെ ആൻസർ 0 ആണ്, വിയുടെ ആൻസർ വി ആണ്, വി എസിൻ്റെ ആൻസർ 0.03 എന്നാണ്. അപ്പോൾ ഇത് അതുപോലെ എഴുതി, വിയുടെ ആൻസർ അതുപോലെ എഴുതി. ഒരു വി എന്ന് ഇത് പോകുമ്പോൾ 0.97 വി കട്ടായി. ഇപ്പോൾ ഇത് കിട്ടി. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇനി ബാക്കി രണ്ടാമത്തെ കേസിൽ വോളാണ് സോഴ്സ്, ലിസണറായിട്ടുള്ളത് ബാറ്റാണ്. ഓക്കെ, അപ്പോൾ വോള് റെസ്റ്റിലായതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 എന്ന് കിട്ടണം. ലിസണർ ബാറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോളിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അത് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഇത് എത്രയെന്ന് എഴുതണം? 0.03 വി നെഗറ്റീവ് ഇട്ട് എഴുതണം. ഇനി ഫ്രീക്വൻസി റിസീവ്ഡ് ബൈ ബാറ്റ് കാണാൻ നമ്മുടെ ഇക്വേഷൻ എഴുതി. ഇതിനെ മാറ്റി ന്യൂ ഡബിൾ ഡാഷ് എന്ന് എഴുതി. ഇതിന് പകരം നേരത്തെ ഉള്ള ന്യൂ ഡാഷ് എഴുതി. ഇനി ബാക്കി എഴുതി. ഇനി ന്യൂ ഡാഷിന് പകരം നമ്മുടെ നേരത്തെ ഉള്ള വാല്യൂ ഇതില്ലേ, അതങ്ങോട്ട് എഴുതി. ഇനി വി തന്നെ വി എൽ എത്രയെന്ന് ഇതിൽ നോക്കി പറയുക. ഇതാണ് നെഗറ്റീവ് സംതിങ്. ഇനി ബൈ വി തന്നെ വി എസിൻ്റെ വാല്യൂ 0. ഇത് ചെയ്തെടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഫൈനൽ റിസൾട്ട്. ഇത് 2 ക്വസ്റ്റ്യൻ, ഈ ലാസ്റ്റ് ചെയ്ത 2 ക്വസ്റ്റ്യനും സ്ഥിരമായിട്ട് എൻട്രൻസിനൊക്കെ വരുന്നതാണ്. ഓക്കെ, നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എളുപ്പമായിരുന്നു. ഇതിനകത്ത് 3-4 ക്വസ്റ്റ്യൻ ഇത്തിരി ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. കൂളായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ, ബൈ.